മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. എന്തുകൊണ്ടാണ്? അവർ പുറമേ കാണിക്കുന്നത് പോലെ ആയിരിക്കില്ല അവർ ഉള്ളുകൊണ്ട് അനുഭവിക്കുന്നത്. അതായത് വളരെ ആക്റ്റീവായിരിക്കും, സ്മാർട്ടായിട്ട് കാണപ്പെടും, എല്ലാ വർക്കും കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും, പാർട്ടിക്കൊക്കെ പോകും, ലൗഡായിട്ട് ചിരിക്കും. അങ്ങനെ എങ്ങനെ നോക്കിയാലും നല്ല കളർഫുള്ളായിട്ട് കാണപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. എന്നാൽ അവർ മാത്രമുള്ള ഒരു സ്പേസിലോട്ട് വരുമ്പോഴത്തേക്കും ഉള്ളിൽ ഭയങ്കര എംപ്റ്റിനെസ്സും ഹോപ്പ്ലെസ്നെസ്സും കംപ്ലീറ്റ് ആയിട്ടൊരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്ങും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനെ കുറിച്ചാണ്. സൊസൈറ്റിയുടെ മുമ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന മനുഷ്യരായിരിക്കും. അതുമാത്രമല്ല അവർ എന്തുമാത്രം ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് സ്ട്രോങ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് വാനോളം നമ്മൾ പുകഴ്ത്തിയ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്ന മനുഷ്യരായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പുറത്ത് തുറന്ന് ആരോടെങ്കിലും പറയാനായിട്ടും അവർ ജഡ്ജ്മെൻറ്റിനെ ഭയക്കാറുണ്ട്. എത്രത്തോളം ഈ മനുഷ്യർ മറ്റുള്ളവരിൽ നിന്ന് ഈ പ്രശ്നങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകുകയും ഒരു സപ്പോർട്ട് തേടാൻ വൈകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയും പോലെ ഒരു തെറ്റായ ബസ്സിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ എത്ര നേരത്തെ അറിയുന്നോ അത്രയും നേരത്തെ ഇറങ്ങിയിട്ട് തിരിച്ച് നേരായിട്ടുള്ള ഡയറക്ഷനിലോട്ട് സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതേപോലെ ലേറ്റായിട്ട് ഇറങ്ങും തോറും നമുക്ക് തിരിച്ച് നമ്മുടെ സെൽഫിലോട്ട് എത്താനുള്ള സമയത്തിൻ്റെ ദൈർഘ്യവും കൂടി വരും. നിങ്ങളൊരു ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വാലിഡാണ്. വളരെ അടുത്ത ഒരു ഫ്രണ്ടിനോടെങ്കിലും നിങ്ങളുടെ ഹിഡൻ സഫറിങ്സ് തുറന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിക്കണം. വേണ്ട സപ്പോർട്ട് എടുക്കാൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ലേറ്റായിട്ടാണോ നമ്മൾ സപ്പോർട്ട് തേടുന്നത് അത്രയും നമ്മുടെ കണ്ടീഷൻ സീവിയർ ആയിക്കൊണ്ടേയിരിക്കും. പുറമേ സങ്കടപ്പെട്ട് കാണുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ നമുക്ക് എളുപ്പമാണ്, അവർ ഓക്കെ അല്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാത്തിനും നിൽക്കുന്ന ഒരാൾ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു സ്പേസ് എടുത്ത് അല്ലെങ്കിൽ ഒരു സമയമെടുത്ത് അവരോടൊന്ന് ചോദിക്കാം, നീ ഓക്കെ ആണോ, ഓക്കെ അല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കാണ് ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളെ സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന് തന്നെ ആദ്യം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.